അപ്പൊ അത് ശരി. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യണു? പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ബോംബെയിലാണ്. അപ്പൊ നീയോ? ഞാനും അവിടെ തന്നെയാണ്. ഓ, നിങ്ങൾ എല്ലാവരും അവിടെ തന്നെയാണ്? 10 വർഷമായിട്ട് അവിടെ തന്നെയാണ്. അത് ശരി. അവിടെ ബിസിനസ് ഒക്കെ ഉണ്ട്. പുള്ളിക്ക് ബിസിനസ് ആണല്ലേ? ബിസിനസ്സാണ്. അത് ശരി, അത് ശരി. വീടൊക്കെ ആയോ അവിടെ? പിന്നെ അവിടെ 3 ഫ്ലാറ്റ് ഉണ്ട്. 3 കൂടി ഇങ്ങനെ താമസിക്കും? 3 കൂടി താമസിക്കില്ല, 1 ഞങ്ങൾ ഉപയോഗിക്കുന്നു, 2 റെന്റിന് കൊടുത്തേക്കുക. ശരി, അത് ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ വന്നേ? ഇവിടെ ഞങ്ങൾക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ട്, ആര്യനാട്. അമ്മയൊക്കെ അവിടെയാണോ? അമ്മയൊക്കെ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്, കുടുംബ വീട്ടിലുണ്ട്. എസ്റ്റേറ്റ് ഇവിടെ 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 ആര്യനാടാ എസ്റ്റേറ്റ്. അത് നോക്കാൻ വന്നതാ, തീരെ സമയമില്ല. പിന്നെ നോക്കാതിരിക്കാൻ പറ്റുമോ നമുക്കുള്ള? അതെ അതെ അതെ. ഇപ്പൊ ഞങ്ങളറിയാൻ പറ്റുമോ? അതെ, ഞങ്ങൾക്ക് എറണാകുളത്താ എസ്റ്റേറ്റ് ഉള്ളതേ. ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് എറണാകുളം വരെ പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ തലവേദന, പാടാണ്. അങ്ങനെ സന്തോഷം. പിന്നെ പക്ഷെ നീ ഇപ്പൊ വന്നത് വിളിച്ച് എന്റെ നമ്പർ ഉണ്ടായില്ലല്ലേ? ഇല്ല, ഞാൻ ശരിക്കും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നേരെ എന്നെ കാണാൻ പറ്റൂലായിരുന്നു, കാരണം ഇവിടെ ഉണ്ടാവാറില്ല ഞങ്ങള്. എപ്പോഴും ഇതേപോലെ യാത്രയായിരിക്കുവേ. ക്ലീറ്റോന് ഭർത്താവിനെ അറിയാലോ, വലിയ പാർട്ടിക്കാരനാ. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഓരോ സ്ഥലത്തോട്ട് യാത്രയാ. ഡൽഹിക്കും ബോംബെയിലൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴാ വന്നത്? അതെ. നീ എന്താ ഇവിടെ ഇരിക്കണേ? പോയി കമ്പ്യൂട്ടറിൽ കളിക്കും. എപ്പോഴും അതെ, കമ്പ്യൂട്ടറിൽ കളിക്കണമെന്ന് പറഞ്ഞ പെണ്ണിന് വാശിയെ ഞാൻ എടുത്ത് പൂട്ടി വെച്ചേക്ക. പോയി തുറന്ന് കളിച്ചോ, കമ്പ്യൂട്ടറിൽ പോയി കളിച്ചോളെ. പിള്ളേരുടെ ഒരു കാര്യം, കമ്പ്യൂട്ടറും ഫോണും തന്നെ മതി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മതിയല്ലോ. എന്റെ പിള്ളേരോ? പിള്ളേര് വലുതായി. അത് ശരി, അത് ശരി. രണ്ടുപേരും അവിടുത്തെ വലിയ കുട്ടി മതി എന്ന് പറയും. പൊന്നോ, വലിയ സ്കൂളിലാ പഠിക്കുന്നത്. ശരി. എല്ലാ മത്സരത്തിനും അവര് ഫസ്റ്റ് ആണ്. സ്കൂളില് ഏറ്റവും VIP ആണ് അവര്. ഇത് മറ്റേ ഇവിടെ ഇങ്ങനത്തെ സീരിയലിലോട്ടൊക്കെ വിളിച്ചിട്ട് ഞാൻ വീട്ടില്ല, നമ്മുടെ കുടുംബത്തിൽ ചേരണതല്ല അതൊന്നും. അതുകൊണ്ട് ഞാൻ വീട്ടില്ല. പിന്നെ വേറെ വേറെ വിശേഷം? എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നീ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീവിതമല്ലേ കിട്ടിയത്, അപ്പൊ പിന്നെ എന്താ നന്നായിട്ടിരിക്കാൻ പറ്റാതെ? എനിക്കും അതെ, നമ്മുടെയൊക്കെ ഭാഗ്യാണ് ജീവിക്കാൻ പറ്റും. ഓരോ പെണ്ണുങ്ങൾ നമ്മുടെ കൂടെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. നമ്മുടെ കൂടെ പഠിച്ച ഓരോ പെണ്ണുങ്ങളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ സങ്കടം വരും. അതെ, നമ്മളൊക്കെ എന്തോരം ഭാഗ്യമുള്ളവരല്ലേ. ഒരു മുടിയുള്ള രാഗിണീനെ ഓർക്കുന്നുണ്ടോ? അതിന്റെ അവസ്ഥ കാണണം. ഭർത്താവ് ജോലിക്കും പോവില്ല, കുടുംബവും നോക്കൂല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സുന്ദരിയായിരുന്നു. ഞാൻ പിന്നെ വരുമ്പോ 500 എടുത്ത് കൊടുക്കും. ബുദ്ധിമുട്ട് മാറണം, നമ്മുടെ നമുക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ. നിങ്ങൾ ഇവിടെ ആണോ താമസിക്കുന്നത് തങ്കം? ഇവിടെ ഞങ്ങൾ താമസിക്കും. ഇതെന്ന് വെച്ചാല് ക്ലീറ്റോന് ലളിത ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന വീടായത്. നമ്മളിങ്ങനെ ഒരുപാട് സുഖ സൗകര്യത്തില് ഗാന്ധിജിയില്ലേ, ഗാന്ധിജിയുടെ മാർഗത്തിലാ. ഗാന്ധി മാർഗത്തിലാണോ? അതന്നെ അതെ. ഞങ്ങള് ശരിക്കും താമസിക്കുന്നത് എറണാകുളത്ത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അവിടെ എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ മാസത്തിൽ ഒരു 10 ദിവസമൊക്കെ നമ്മൾ ഇവിടെ വന്ന് താമസിക്കും. ഈ ലളിത ജീവിതം ആഡംബര ജീവിതമായിട്ട് എങ്ങനെ കൊണ്ടുപോകും ഒരുമിച്ച്? നമുക്ക് നമ്മളിങ്ങനെ ഒരുപാട് അങ്ങ് പോയി കഴിയുമ്പോ ക്ലീറ്റോ തന്നെ പറയും വേണ്ട വേണ്ട, നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരാം. നമ്മളെ നിലത്ത് കാല് കുത്തി ജീവിക്കണല്ലോ. അതെ അതെ അതെ. അങ്ങനെ നീ പോണു. ഹലോ, എത്തിയോ? ഇതാ വരുന്നു. ഓക്കെ. ആരാ? ഹസ്ബൻഡാ. എവിടെ? മേളിൽ നിൽക്കുക. ഇവിടെ ഇറങ്ങി വരാനില്ല, തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. പോട്ടെ. പിന്നെ അറിഞ്ഞില്ലേ എസ്റ്റേറ്റ് നോക്കാൻ പോണെന്ന്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ശരിയടി. മോളെ ആന്റി ഇറങ്ങുവാണേ. എന്തായാലും സന്തോഷം, നിന്നെ കാണാൻ പറ്റിയല്ലോ. ഞങ്ങൾ ഇനി ബോംബെക്ക് വരുമ്പോ അങ്ങോട്ട് വരാം. തീർച്ചയായിട്ടും. നമ്പർ ഉണ്ടല്ലോ, വിളിക്കാം വല്ലപ്പോഴും കേട്ടോ. ശരി. അതാരെന്ന് മനസ്സിലായോ? എന്റെ സഹോദരൻ അറിയാം. നല്ല പരിചയം, മുഖപരിചയം ഉണ്ട്. ഇതാരാ നോക്കിയേ? അറിയോ? ലക്ഷ്മി. ലക്ഷ്മി തടിച്ചല്ലോ. തടിച്ചു. കൊറേ വർഷമായില്ലേ? എന്നിട്ട് എന്നെ മനസ്സിലായല്ലോ. ഒറ്റ എന്താ, എത്ര അറിയാലും കൂടെ പഠിച്ചവരെയും കൂടെ ഒരുമിച്ച് നടന്ന സ്കൂള് ഒന്നും മറക്കൂലല്ലോ നമ്മള്. നീ എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഇതുണ്ട്, പാർട്ടി ഉണ്ട്. KCB വലിയ ഉദ്യോഗസ്ഥനാ, ലൈൻമാനാ. ലൈൻമാനും. എന്താ ഈ സമയത്ത് എന്താ ഈ വൈകുന്നേരം?
ഞങ്ങൾക്ക് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം അത് നോക്കാൻ വേണ്ടി പോയിരിക്കുക. ആ സമയം ഞാൻ ഇവിടെ ഒന്ന് കാണാന്ന് പറഞ്ഞ് ഓടി പോകുന്നതാ. അതെ, വന്ന് നിപ്പുണ്ട്. ഓ, അങ്ങനെയൊക്കെ പോന്നു. ഞങ്ങള് ബോംബെയിലാ. 10 വർഷമായിട്ട് അവിടെയാ. ആ, സെറ്റിൽഡ് ആണ് അവിടെ. ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്, 2-3 ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. അതെ, 3 ഫ്ലാറ്റ് കൂടെ പഠിച്ച വീടിന്. നമുക്ക് എന്തുണ്ട് പറയാനായിട്ട്? ഈ വീടിന്റെ ഒരു സൈഡ് ആരെയൊക്കെ അറിഞ്ഞല്ലോ, കൂട്ടുകാരുടെ ആരെയൊക്കെ അറിഞ്ഞല്ലോ. ഒളിച്ചോടി പോയി വലിയ രാവിലെ വെള്ളം ഇറങ്ങും ഒരുത്ത് ക്ലീറ്റോ. വെള്ളം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കളിച്ചിറങ്ങണം. ഒരു ഗുണമില്ല. കുഴിഞ്ഞിട്ടൊരു കുപ്പ എടുക്കൂല. അവള് വയ്യാത്ത കാലം വെച്ച് മെഷീൻ ചവിട്ടിയിട്ടാണ് അവള് ജീവിക്കണത്. തൊഴിലുറപ്പെടുന്ന പറഞ്ഞാൽ രാവിലെ ഇറങ്ങും. ആളുകൾ ചോദിക്കുക നമ്മളെന്താ പെങ്ങൾ എന്താ ജോലി? ഇതണക്ക് പറയാറുണ്ട് ബോംബെയിലാണ് അമേരിക്കയിലാണെന്നൊക്കെ പറയണത്. നമുക്ക് ആഗ്രഹമുണ്ട്. എന്റെ പെങ്ങൾ എന്ത് ചെയ്യാണ്? മെഷീൻ ചവിട്ടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? തൊഴിലുറപ്പിന് കണ്ടവന്റെ പരേടത്തിൽ കളയ്ക്കാൻ പോണം. ആണോ ഞാൻ പറഞ്ഞത്? ഇത് കണ്ട കൂടെ പഠിച്ച പെണ്ണാണ്, അന്തസാരി ജീവിക്കുന്ന ആള്. അല്ലടാ, നമ്മുടെ എറണാകുളത്തെ കുന്തം ഒരു പുല്ലാവില്ല. ഇങ്ങനെ പറയാളെ ലക്ഷ്മി വല്ലതും കഴിച്ചാ? ഇല്ല, കഴിച്ചിട്ടില്ല. അവിടെ ഒന്നും കാണൂല. വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാ. ഹസ്ബൻഡിന്റെ വിളി ഇവിടെ ആകുമ്പോ എല്ലാം കാണും. അവിടെ പട്ടിണിയാ. ഞാൻ വല്ലതും കൊടുക്കണം. എന്തെല്ലാം പ്രതീക്ഷയാണ് നമ്മൾ നേർന്ന് എല്ലാം പോയി. എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് തമാശ പറയും. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി ബോംബെയിലേക്കൊക്കെ വരുമ്പോഴേ എന്നെ കാണാൻ മറക്കണ്ട കേട്ടോ. ശരി. ഹലോ. കണ്ടു. ബാക്കി നേരിൽ കണ്ടു പറയാം. ചെല്ലം ഒപ്പിച്ചു വെച്ചിട്ട് കൊടുക്കണോട്ടോ. എന്റെ ക്ലീറ്റോ ഒളിവി നിങ്ങൾക്ക് എന്താ കുഴപ്പം? നാട്ടുകാരെ മുഴുവൻ മൈക്ക് വെച്ച് പ്രസംഗിക്കാനായിട്ട് എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ടല്ലേ? ഞാൻ എന്ത് ചെയ്യുന്ന നാത്തൂനെ കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഇവൻ എഴുന്നേക്കോല്ലോ, അവന് നാളെ ഇങ്ങനെ കിടന്ന് ഉറങ്ങൂലല്ലോ. നാത്തൂന് ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നെ നാണം കെടുത്തിയല്ലോ. ഇനി ആ പെണ്ണുപിള്ള എല്ലായിടത്തും ചെന്ന് പറയും തങ്കത്തിന്റെ ആങ്ങളുടെ മഹത്വം. ഇനി ഇങ്ങനെ ഒരു ആങ്ങൾ എനിക്ക് വേണ്ട. എഴുന്നേറ്റ് വന്ന് ഇനി പൊടി പറക്കുന്നടേ. വെള്ളം തെളിച്ചിട്ട് ഇതാക്ക്. ചെവി കേട്ടൂടാ എനക്ക്. പൊടി പറക്കുന്ന വേണ്ട, ഇത് വെള്ളം തെളിച്ചിട്ട് ചെയ്. കണ്ടോ, ഇത് കണ്ടോ? ഇനി ഈ കോല് മുറിക്കൂടണം. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം. കേട്ടല്ലോ? എന്നോട് ഇനി ഒരു കാര്യം നീ സംസാരിക്കരുത്. എനിക്കിതിന്റെ മുഖം പോലും കാണണ്ട. നീ ഒന്നും ചെയ്തില്ലേ? എന്നെ കൂടെ പറയിപ്പിക്കരുത് കനക. കൊറേ ഒന്നും എന്ത് ചെയ്തെന്ന് ഞാൻ എന്ത് പറഞ്ഞിട്ടാ നീ ഇവിടെ ചടന്നത്? ഇന്നലെ നീ ആ പെണ്ണ് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ വിളിച്ചു പറഞ്ഞതാ? മറ്റേ ലക്ഷ്മിയാ? മറ്റേ ലക്ഷ്മി നിന്റെ ഞാൻ എന്ത് പറഞ്ഞില്ലേ? നീ ഒന്നും പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. നീ എല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വിളിച്ചല്ലേ ഉള്ളൂ. വേറെ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോ എന്റെ വീട്ടിലൊന്നും ഇല്ലാന്നാണോ പറയേണ്ടത്? എന്റെ വീട്ടിലൊന്നും ഇല്ലാതെ ഞങ്ങൾ എന്താ എല്ലാ ദിവസവും പട്ടിണി കിടക്കണോ? അങ്ങനെ പറഞ്ഞില്ലല്ലേ? അങ്ങനെ പറഞ്ഞ
എന്റെ കനക, നീ എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ല. എനിക്ക് നിന്നെ ഇനി വേണ്ട. ഇനി നിന്റെ ഓരോ കാര്യത്തിനും ഞാൻ ഇടപെടൂല. ഞാൻ പറഞ്ഞു ലക്ഷ്മി എന്നല്ല പറഞ്ഞേ. കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞ് മറന്നുപോയാ? എന്താ ഇല്ലാത്തല്ലേ പറഞ്ഞത്? ക്ലീറ്റോന് പണിയില്ല, ഒളിച്ചോടി പോയി. 15 വർഷം മുമ്പ് ഞാൻ ഒളിച്ചോടി പോയി. ഇപ്പോഴാണ് അത് പറയേണ്ടത്? നീ ഒളിച്ചോടി പോയില്ലല്ലോ. നീ എന്നിട്ട് എന്ത് നേടി? നീ കൊട്ടാരം ഉണ്ടാക്കിയോ? നീ എസ്റ്റേറ്റ് ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെ ഇതൊന്നും ഇല്ലാത്ത എന്നെ നീ എന്തിനാ നാണം കെടുത്താൻ നിൽക്കണേ? ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയട്ടെ എന്നാ. എടാ, നീ ലൈൻമാൻ ആയിട്ട് ഞാൻ അവളോട് എന്താ പറഞ്ഞത്? ഞാൻ KSB ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യം? ഞാൻ പറഞ്ഞത് ഞാൻ ലൈൻമാൻ ആണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ലൈൻമാൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിലുമില്ല. ഞാൻ അഭിമാനത്തോടാണ് ജോലി ചെയ്യണത്. അഭിമാനം? എന്റെ അഭിമാനം എല്ലാം കളഞ്ഞല്ലോ. നാത്തൂനെ ഏട്ടൻ വെള്ളം അടിച്ചിട്ട് പറഞ്ഞതാ. നാത്തൂനൊന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാൻ പറ്റൂല ജമന്തി. വെള്ളം അടിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ നാണം കെടുത്താൻ ഇവന് എന്താ അധികാരം ഉള്ളത്? ഞങ്ങളൊക്കെ വെള്ളം അടിക്കണവരാ. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കണമെങ്കിൽ എന്റെ അച്ഛനും അമ്മയെ സഹിച്ചാൽ മതി. നീ അത് സഹിക്കേണ്ട കാര്യമില്ല. നിന്റെ ചെലവിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. ഞാൻ മിഷൻ ചവിട്ടി തന്നെ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട കാര്യം ഒച്ച ഉണ്ടാക്കും ഞാൻ. നിങ്ങളോട് ഞാൻ കഴിഞ്ഞിട്ടുള്ള ബന്ധം ഇവനായിട്ട് നിങ്ങൾക്കുള്ളൂ. ഇനി മേലാല് എനിക്കിങ്ങനെ ഒരു സഹോദരനില്ല. അതോർത്തോ. അല്ലേ തന്നെ ഈ കച്ചവടമായിട്ടൊക്കെ ആര് കൂടാൻ പോണത്? അങ്ങനെ പറഞ്ഞിട്ട് വേണം നീ. അങ്ങനെ നിനക്ക് വേണ്ട, എനിക്ക് വേണ്ടേ? അല്ല, എനിക്ക് ഇന്നെ വേണോ? കാണാം. ഇനി പെങ്ങളെന്ന് പറഞ്ഞ സംഗതി നിനക്കില്ലടാ. എനിക്ക് വേണ്ട. ആ പെണ്ണിനോട് നീ അങ്ങനെ സംസാരിച്ചപ്പോ മുതൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെ ബോധമില്ലാതെ എന്ത് വിളിച്ചു പറയാൻ പാടില്ല. നിന്റെ ഭാര്യനെ കുറിച്ച് നിന്റെ മക്കളെ കുറിച്ച് പറയുന്നുണ്ടോ നീ? ആരാണ് ഞാൻ പറയാത്തത്? അമ്മേനെ കുറിച്ച് പറയണില്ല, അമ്മാനെ കുറിച്ച് പറയണില്ല. നിനക്കത് എന്നെ കുറിച്ച് മാത്രം പറയാൻ ഇത്ര മാത്രം ഉള്ളത്? നാത്തൂനെ ആളുകളൊക്കെ ശ്രദ്ധിക്കും. ആളുകൾ ശ്രദ്ധിക്കട്ടെ, എനിക്കൊരു സുഖമില്ല. ഏയ്, നീ പറഞ്ഞതുണ്ടല്ലോ വളരെ മോശമാണ്, മഹാമോശം. എന്ത് മോശം? ഞാൻ എന്താ മോശമായിട്ട് പറഞ്ഞത്? നീ രാവിലെ വെള്ളം വെള്ളിട്ട് ഇറങ്ങി പോകുന്നു പറഞ്ഞു, അത് മോശം. നീ പോയിട്ട് വരുമ്പോൾ 1 രൂപയുടെ വരുമാനമില്ലെന്ന് പറഞ്ഞു, അതെന്താ മോശം? എവിടെ മെഷീൻ ചവിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു, അത് തെറ്റാ. എവിടെ കണ്ടവന്റെ പെരടത്തിൽ കളയ്ക്കാൻ പോകുന്നു പറഞ്ഞു, തൊഴിലുറപ്പിന്റെ പേര് പറഞ്ഞു, ശരിയല്ലേ? തെറ്റുണ്ടോ അതിനകത്ത്? അവിടെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ആഹാരം കഴിക്കാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചു, അത് വലിയ തെറ്റായി പോയാ? അവിടെ ഒന്നും കാണില്ലെന്ന് എനിക്കറിയാം. ഓ, പറഞ്ഞു പറഞ്ഞൊക്കെ തലേ കയറല്ലേ കൂടെ. ഇങ്ങോട്ട് നോക്കിയാ കാണിച്ച തെറ്റ് തന്നെ. ഒച്ചെടുക്കാൻ പറ്റില്ല. എല്ലാം മറന്നവള് ഒരു ദിവസം ബോധമല്ല എന്തെങ്കിലും വന്ന് പറഞ്ഞു തരുന്നിട്ട് അങ്ങ് കലാടിച്ചിലൊക്കെ പോവാള്. കൊള്ളാടി കൊള്ളാടി. ഞാൻ ഇത്രയും നാളെ ചെയ്തൊക്കെ അങ്ങ് മറന്നു നമ്മള്. ഓ, അല്ലേ വിചാരിക്കണം പോതല്ല എന്തെങ്കിലും പറഞ്ഞു തരുക അങ്ങ് കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതല്ല, അങ്ങ് വാശിയായിപ്പോയി. അങ്ങ് വാശിയായിപ്പോയി. ബാക്കിയുള്ള ചായ ഉണ്ടായിക്കൊണ്ടോ? ഞാനിത് മാറുന്ന കണ്ടില്ലേ? പോണാ നീ? എവിടെ വെച്ചേക്കാം. നിന്നോട് പോണ നീ? എനിക്ക് അടുക്കള പണിയുണ്ട്. ആ, നിനക്ക് അടുക്കള പോണം. എല്ലാരും അങ്ങനെ തന്നെ അവരോരോ കാര്യം നോക്കി നടക്കുക. അല്ലെങ്കിൽ ഇത്ര സ്വാർത്ഥരാവരുത് കേട്ടോ. ആരും ഇത്ര സ്വാർത്ഥരാവരുത്. ഞാൻ എന്ത് ചെയ്ത്? നീ എന്ത് ചെയ്യുന്ന? നീ ഒന്നും ചെയ്തില്ല. ചെയ്യേണ്ട ഒരു ചെയ്യേണ്ട വിധം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം. അവളെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുന്നവനാ. എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് വരണം. എല്ലാരും പറയാം, കൂട്ടുകാരന്മാരും നാട്ടുകാരൊക്കെ പറയുമായിരുന്നു ഒരുപാട് അങ്ങ് ആവില്ല. ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിനായിരിക്കും. കുറച്ച് കൂടിപ്പോയാ ഇത് തന്നെ കുഴപ്പം. എടുത്ത തല വെച്ച് കഴിഞ്ഞെങ്കിൽ അല്ല, എനിക്കൊന്ന് പോവായിരുന്നു. അടുക്കള പണിയുണ്ട്. നീ അവൻ ചെയ്ത് തരണം. ചെയ്യണ്ട, എന്നെ ഇവിടെ നിന്ന് പോകാൻ ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണൂല. ചൂല എവിടെ ഇവിടുത്തെ? ഈ ചൂലിനെന്താ കൈയും കാലും ഉണ്ടോ? ഇതില് കറിയിലൊരു ഉപ്പില്ലല്ലോ തങ്കാവും. ഉപ്പില്ലെങ്കിൽ എന്നാ ഉപ്പിട്. പഞ്ചസാര ഇട്ട ഉപ്പാവൂല, ഇത് പഞ്ചസാരയാണ്.
ഉപ്പും പഞ്ചസാര ഏതാന്ന് വെച്ചാൽ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കണതും പോരാ. ഉപ്പില്ല, പഞ്ചസാര ഇല്ല. എന്താണ് നിനക്കിപ്പോ എന്താണ് പ്രശ്നം തങ്കം? എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. അയ്യോ എടി, നിനക്ക് അവനുമായിട്ട് പിണങ്ങിയിരിക്കാൻ പോയെങ്കിൽ അവൻ്റെ കൂടെ പോയി മിണ്ടി വർത്താനം പറയുന്നേ. ആരുമായിട്ട്? നിന്റെ ആങ്ങളായിട്ട്. അവന്റെ കാര്യം എന്നോട് ഇനി മേലെ മിണ്ടി പോകരുത്. ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ. അയ്യോ നിനക്ക് ഒരാങ്ങളല്ലേ ഉള്ളൂ, പിന്നെ അവന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ ആർക്കും പറ്റും. ഇവിടെ അവനോട് മിണ്ടാതിട്ട് വിഷമമൊന്നുമില്ല. സത്യമായിട്ടും ഞാൻ ഈ കൊഞ്ചിയില് കൊണ്ടുവന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞു. കനകന. ഓ ഓഹോ, അപ്പൊ അവനും കടുത്ത പ്രതിഷേധത്തിലാണ്. തിന്നില്ലെങ്കിൽ ഇവിടെ ആരും കരഞ്ഞോണ്ടൊന്നിരിക്കുന്നില്ലല്ലോ. പൂച്ചയ്ക്ക് വിടടി, പൂച്ചയ്ക്ക് വിട, വേണ്ടടി. ഇനി വരും എൻ്റെ അടുത്ത്. അപ്പോഴാണ് തങ്കത്തിന് അറിയാൻ പോണത്. ചൂലെന്നെ എടുത്തേ, ചൂലെന്ന്. ചൂല് എനിക്ക് എങ്ങനെ അറിയാം? അറിയില്ല നിനക്കൊന്നും. എന്താ അറിയത്? അതാണ് ഞാനും അറിയിക്കണം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്താ ഉറക്കവന്റെ ഞാൻ പല പ്രാവശ്യം ക്ലീറ്റോനോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ അതും ഇതും മുറിക്കാൻ വേണ്ടിട്ട് ഈ കത്തിയെല്ലാം എടുത്തോണ്ട് പോണേന്ന്. കാണിച്ചു വെച്ചോ കത്തി. അയ്യോ, ഈ കത്തിക്ക് ഇപ്പൊ എന്ത് പറ്റി? ഇത് നോക്കിത്. പിന്നെ പകുതി ആരം തിന്നോ നിങ്ങൾ കൊണ്ടുപോയപ്പോഴത്തേനും? അത് എലി കരണ്ടതാടി. ഇവിടെ ഭയങ്കര എലി ശല്യോ. സത്യം ഇവിടെ കുറെ എലികൾ ഉണ്ടല്ലെങ്കിൽ. ഇത് എന്താണ് ഈ അമരക്കയോട് ദേഷ്യം? വെറുതെ ഇരിക്കാതെ അത് മുറിച്ചതാ അങ്ങോട്ട്. പിന്നെ ഞാൻ കടിച്ചു മുറിക്കുവോ? കത്തി ഒരെണ്ണല്ലേ ഉള്ളൂ. ഇമ്മാവൻ. ആ അമ്മാവാ. അതെയാ, കുഴപ്പമുണ്ടോ? ആഹാ, ഹോസ്പിറ്റലിൽ ആണോ? ആ ശരി ശരി ശരി, ഓക്കെ ഓക്കെ അമ്മ, ഓക്കെ. ചെറിയൊരു അപകടം. ആർക്ക്? നമ്മളെ ആരുമല്ല, നമ്മുടെ അയലോക്കാണ്. ആർക്ക്? രാജൻ സാറിനോ? രാജൻ സാറൊന്നുമല്ല. അല്ല, എന്താ പറ്റിയെന്നിട്ട്? ഒന്നുമില്ല, ചെറിയൊരു വീഴ്ച വീണ് അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മാവനും ഉണ്ട് കൂടെ. അല്ല, അയൽവക്കത്ത് ആർക്ക്? അയലോക്കം നമ്മുടെ അയലോക്കാരാണ്. രാജൻ സാറല്ലേ, നമ്മുടെ തൊട്ടയലോക്കം. തൊട്ടയൽവക്കത്ത് കനകനല്ലേ താമസിക്കുന്നത്? ഓ, കനകന്റെ കാര്യം തന്നെ അമ്മാവൻ വിളിച്ചു പറഞ്ഞു. അവൻ എന്താ പോസ്റ്റിൽ നിന്ന് വീണെന്നോ, അങ്ങനെ ഏണി തെന്നിയിട്ട് താഴെ വീണു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ എന്തോ പരിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അല്ല, നമ്മളായിട്ടൊരു ബന്ധമില്ലല്ലോ, നമ്മൾ ബന്ധമല്ല അവസാനിപ്പിച്ച് വെച്ചേക്ക്. നീളത് വേളം വെക്കണം. പോസ്റ്റിൽ നിന്ന് വീണെങ്കിൽ തന്നെ അവനും നമ്മളായിട്ട് ബന്ധങ്ങളൊന്നും. അയ്യോ, ബന്ധമില്ലാന്നോ? എന്റെ കൂടെ ബന്ധമില്ലാന്ന് നിങ്ങളാരാ? ഞാനല്ലല്ലോ പറഞ്ഞത്, നീയല്ലേടി പറഞ്ഞത്. ഞാൻ വീട്ടിലോ പടി കയറില്ല, ചത്താലും കാണണ്ടെന്നൊക്കെ നീയല്ലേ പറഞ്ഞത്. ആഹാ, ഹവീൽദാര മോൾ അങ്ങനെ വാക്ക് മാറ്റിയെന്ന് പറഞ്ഞത്. അവനൊന്നും പറ്റായില്ല. മറ്റേ അമ്മാവ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നീ ഇങ്ങനെ വേണം വെക്കണം തങ്കം. നീ അടുത്തോട്ട് പോണം. മാറിക്ക്. അയ്യോ, ഇപ്പൊ കഥ അങ്ങനെ അല്ലായിരുന്നല്ല. മാറ് ക്ലീറ്റോ. നീ പോണ്ട. നിങ്ങൾക്കൊന്നും പോവാനില്ല. അല്ലല്ല, എന്തിനു പോണ്? എന്തിനു തന്നെ വേണ്ടാത്ത വേണ്ട തങ്കം, പോണ്ടാന്നേ. നീ പോരുത്. ഇതിപ്പോ അതിനു വേണ്ടി വലിയ സംഭവമൊന്നുമില്ല അവിടെ. അതിപ്പോ അവഞ്ഞ് വരും. ഓ, നോക്കി ചെയ്യേണ്ടതൊക്കെ എനിക്കല്ല. ചൂടുള്ള വേണമെന്ന് പറഞ്ഞു. പുറത്ത് എനിക്കോ? നീയല്ലേ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു. അമ്മാവനല്ലേ പറഞ്ഞത് ചൂടുള്ള വന്ന് പുള്ളി നോക്ക്. എന്തോ ക്ലീറ്റോ, ആ പോസ്റ്റിൽ നിന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്നും ഒരു കുഴപ്പമില്ല.
അമ്മാവോ എന്തൊക്കെയായിരുന്നു കമ്പെടുക്കല് ഓടിക്കല് പാത്രം എടുത്ത് അടിക്കല് കൊച്ചിന്റെ അടുത്ത് ദേഷ്യം എന്റെ അടുത്ത് ദേഷ്യം. അതെയാ? എന്നിട്ടാണ് ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് തങ്കത്തിന്റെ മേലെ ചൂടുവെള്ളം വീണു എന്ന് പറയലും എല്ലാം ഇട്ടെറിഞ്ഞു ഓടണു ഓട്ടോ വിളിക്കണു വരണു. 2 ദിവസമായിട്ട് എന്തായിരുന്നു ഇവിടുത്തെ ബഹളം? നിന്നാലും ഇരുന്നാലും ഒക്കെ കുറ്റം തന്നെ. അത്ര ഉള്ളൂടാ ആങ്ങളും പെങ്ങളും. ഇത്രയും വിഷമം Versus Alien.